വൺ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെട്ടാലോ? അതായത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Purchase of product through the website of Flipkart or Amazon is an example of dash mode of transaction. ഓക്കെ, നമ്മൾ ആമസോൺ വഴി, ഫ്ലിപ്കാർട്ട് വഴി അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റ്സ് വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇതിനെ എന്ത് ട്രാൻസാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്? B2G ആണോ, C2C ആണോ, B2B ആണോ, B2C ആണോ? അപ്പൊ നമ്മൾ ഓരോന്നും എന്താന്നുള്ളത് അറിയണം അല്ലെ. ഇപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? B2B കൊമേഴ്സ് ആണ്. അതായത് B2B കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനുമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് B2B കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്, ഇപ്പം ഫ്ലിപ്കാർട്ട് വഴി, ആമസോൺ വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ല അല്ലെ, ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ എന്താണ് അത്? B2B കൊമേഴ്സ് അല്ല. B2B കൊമേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നന്ദിലക് ജിമാർട്ട് സാംസങ് ഇലക്ട്രോണിക്സിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കാം. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? B2B കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്തുവാണെങ്കിൽ അതിനെ നമുക്ക് B2B കൊമേഴ്സ് എന്ന് പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല, അവർ തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ വേറെ എന്ത് കൊളാബറേഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നെഗോസിയേഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? B2B കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ B2C കൊമേഴ്സ് ആണ്. B2C കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ്? ബിസിനസ് ടു കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ, ബിസിനസ്സും കസ്റ്റമേഴ്സും തമ്മിലാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. സോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമ്മൾ സാധനം വാങ്ങുന്നത് B2C കൊമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ D ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ് ഇതിന്റെ ഒരു ആൻസർ. നമ്മൾ ബിസിനസ്സും കസ്റ്റമേഴ്സും തമ്മിലാണ് ഇവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് വരാൻ ചാൻസ് ഉള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്, ട്രാൻസാക്ഷൻസ് ഇൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, ഇതൊക്കെ B2C കൊമേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വൺ C2C കൊമേഴ്സ് ട്രാൻസാക്ഷൻസ്. C2C എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റമർ ടു കസ്റ്റമർ ആണ്. നമ്മൾ കസ്റ്റമേഴ്സ് തമ്മിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് C2C കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. OLX, ക്യുക്കർ, പേപാൽ ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ നമ്മുടെ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സ്, അതുപോലെ തന്നെ ബുക്സ്, അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ OLX-ൽ ഇട്ട് വിൽക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് തന്നെയാണ് സാധനം OLX-ൽ ഇടുന്നത്, വാങ്ങുന്നതും കസ്റ്റമേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഇൻട്രാബി കൊമേഴ്സ് ആണ്. ഇൻട്രാബി കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനുള്ളിലുള്ള ആൾക്കാർ തമ്മിൽ, ഓക്കെ, അത് ബിസിനസ് ഓർഗനൈസേഷനിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലാവാം, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലാവാം, ബിസിനസ് ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻട്രാബി ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ളിലാണ് ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല, രണ്ട് ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കോൺവെർസേഷൻസ് ആവാം, കമ്മ്യൂണിക്കേഷൻ ആവാം, ഇന്ററാക്ഷൻസ് ആവാം, എന്തും ആവാം. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലേസിംഗ് ആൻ ഓർഡർ ഫോർ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് വിത്ത് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അവിടെ തന്നെയുള്ള ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനുള്ളിലുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തെങ്കിലും ഒരു ഓർഡർ പ്ലേസ് ചെയ്യാണ്. അതെന്താണ്? ഇൻട്രാബി കൊമേഴ്സിനുള്ള എക്സാമ്പിൾ ആണ്. ക്ലിയർ? ആൻഡ് നമ്മൾ എപ്പോഴും കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ആണ് B2G. നിങ്ങൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാലും മനസ്സിലാക്കുക. ബിസിനസ് ടു ഗവൺമെന്റ് തമ്മിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിനെയാണ് B2G കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഗവൺമെന്റുമായിട്ട് ഇപ്പോൾ ടാക്സ് അടയ്ക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇന്ററാക്ഷൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്, ഇതിനെ നമുക്ക് B2G കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കുന്നത് എക്സാമ്പിൾസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ 4 മാർക്കിന് എന്താണ് സ്കോപ്പ് എന്ന് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക.